ഹായ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ കണ്ടന്റ് ഫോറിൻ സെറ്റിൽമെൻറ്റ് ഇൻ വേദിക് അസ്ട്രോളജി. ജ്യോതിഷത്തിലൂടെ ഒരാളുടെ ചാർട്ട് നോക്കുമ്പോഴത്തേന് അയാൾ വിദേശത്ത് പോവുമോ, വിദേശത്ത് പോയി അയാൾ സക്സസ്ഫുൾ ആവുമോ എന്ന് അറിയാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്ക് വേണ്ടിയും പഠിത്തത്തിന് വേണ്ടിയും ഒക്കെ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു. UK യിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പോയി പഠിക്കുന്നു. അവിടെ തന്നെ സെറ്റിലാകുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്നവരിൽ ഒരു 80% ആൾക്കാർ അവിടെ സക്സസ്ഫുൾ അല്ലാതെ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് ജ്യോതിഷത്തിലൂടെ നമുക്ക് ഒരു വ്യക്തി വിദേശത്ത് പോയി സക്സസ്ഫുൾ ആവുമോ അല്ലെ സ്വദേശത്താണോ സക്സസ്ഫുൾ ആവുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഒരാളുടെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ അയാൾക്ക് വിദേശവാസമുണ്ടോ, അല്ലെങ്കിൽ അയാൾ വിദേശത്ത് പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്ന ഒരാളാണോ, അവിടെ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ അയാൾ അവിടെ പോയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുമെന്നൊക്കെ നമുക്കൊരാളുടെ ചാർട്ട് നോക്കുമ്പോഴത്തേന് മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കണം. ഓക്കെ, ചന്ദ്രന് 4, 8, 12, 9 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അയാൾ വിദേശത്ത് പോയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലരുടെയും ഒരു 70% ആൾക്കാരുടെ രാശി ചാർട്ടിൽ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷനല്ല ഭാവജലത്ത് എടുക്കുമ്പോഴത്തേന്. അങ്ങനെ ഒരു വ്യക്തിയുടെ ഭാവജലത്തിൽ ഗ്രഹങ്ങൾ മാറുവാണെങ്കിൽ നമ്മൾ ആ ഭാവജൽ ചാർട്ട് വെച്ചാണ് ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയും ആ വ്യക്തിയുടെ എൻറ്റയർ ലൈഫ് സൈക്കിൾ നമുക്ക് ഭാവജൽ ചാർട്ട് കൊണ്ടാണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഒരു വ്യക്തി വിദേശത്ത് പോകുമോ എന്നുള്ളതെന്ന് അറിയാനായിട്ട് ആ വ്യക്തിയുടെ 4ാം ഭാവത്തിലോ 8ാം ഭാവത്തിലോ 12ാം ഭാവത്തിലോ 9ാം ഭാവത്തിലോ രാശി ചാർട്ടിലോ ഭാവജൽ ചാർട്ടിലോ ചന്ദ്രൻ നിൽക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നമ്മൾ ഒരാളുടെ ഗ്രഹനില നോക്കുമ്പോഴത്തേന് അയാളുടെ 3ാം ഭാവവും 8ാം ഭാവവും 12ാം ഭാവവും 9ാം ഭാവവും 6ാം ഭാവവും ഈ 5 ഭാവങ്ങളിൽ രാഹുവായിട്ടോ കുജനായിട്ടോ അല്ലെങ്കിൽ കുജക്ഷേത്രത്തിലോ ഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ ഈ വ്യക്തി ജനിച്ച നാടും ദേശവും വിട്ട് അന്യദേശത്ത് നല്ല രീതിയിൽ ജീവിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ഫോറിൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ആൾക്കാരുടെ ഗ്രഹനിലയിലുള്ളത്. ജനിച്ച നാടും ദേശവും വിട്ട് വിദേശത്ത് പോകുന്ന പലരുടെയും ചാർട്ടിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്ന 3 അലൈൻമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് 1 8ാം ഭാവാധിപനും 12ാം ഭാവാധിപനും കുജക്ഷേത്രത്തിലോ അല്ലെങ്കിൽ രാഹുവായിട്ട് എന്തെങ്കിലും ബന്ധം കാണും. അതുപോലെ തന്നെ രണ്ടാമത്തേത് 8th ലോട്ട്. ഓക്കെ, 8ാം ഭാവാധിപന് 9ൽ പോവുക അല്ലെങ്കിൽ 3ൽ വരിക. അതുപോലെ തന്നെ 3ാം ഭാവാധിപന് 12ൽ പോവുക. ഇങ്ങനെയൊക്കെ കോമ്പിനേഷൻ വരുവാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, 100% അവർ ജനിച്ച നാടും ദേശവും വിട്ട് അന്യദേശത്ത് പോയി സിറ്റിസൺഷിപ്പ് കിട്ടും. വിദേശത്ത് പോകുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും 3ാം ഭാവവും 6ാം ഭാവവും 10ാം ഭാവവും 11ാം ഭാവവും സ്ട്രോങ് ആയിരിക്കും. വിദേശത്ത് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഏതൊരു വ്യക്തിയുടെയും ഗ്രഹനില നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ അയാളുടെ 3ാം ഭാവവും 8ാം ഭാവവും സ്ട്രോങ് ആയിരിക്കും. 3ാം ഭാവം കൊണ്ടായിരിക്കും നമുക്ക് അയാളുടെ സിറ്റിസൺഷിപ്പും പെർമനൻറ്റ് റെസിഡൻസും വിസയുടെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടത്. അതുപോലെ തന്നെ 8ാം ഭാവം സ്ട്രോങ് ആണെങ്കിൽ അയാൾ ജനിച്ച നാടും ദേശവും വിട്ട് കടൽ കടന്ന് പോകും. അതുപോലെ സ്പൗസ് വിസയിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ആൾക്കാരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ തന്നെ 7ാം ഭാവാധിപന് 3ലും 9ലും 12ലും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് പ്രത്യേകിച്ച് ഈ 7ാം ഭാവാധിപന് രാഹുവായിട്ടും ബന്ധം കാണും. പ്രത്യേകിച്ച് രാഹുദശയിലാണ് സാധാരണയായിട്ട് ഒരു 80% ആൾക്കാർ വിദേശത്ത് പോയി അവിടെ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം. മെയിനായിട്ട് ഫോറിൻ ട്രാവൽ നമ്മൾ അസസ് ചെയ്യേണ്ടത് ലഗ്നാധിപൻ്റെ 1ാം ഭാവാധിപൻ്റെ കാലത്തും അതുപോലെ തന്നെ 3ാം ഭാവാധിപൻ്റെ കാലത്തും 9ാം ഭാവാധിപൻ്റെ കാലത്തും 12ാം ഭാവാധിപൻ്റെ ദശാസന്ധിയിൽ. സാധാരണയായിട്ട് അത് വ്യാഴദശ, ചന്ദ്രദശ, രാഹുദശ, കുജദശ, ശനിദശ ഈ കാലഘട്ടത്തിലാണ് ഒട്ടുമിക്ക ആൾക്കാരും വിദേശത്ത് പോയി അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുകയും അവിടെ ജീവിച്ചു മരിക്കുകയും ചെയ്യുന്നത്. ജനിച്ച നാടും ദേശവും വിട്ട് അന്യദേശത്ത് പോയി സിറ്റിസൺഷിപ്പ് കിട്ടുകയും അവിടെ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന പലരുടെയും ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേന് പ്രധാനപ്പെട്ട 5 ഗ്രഹങ്ങളാണ് അതിന് കാരണമാകുന്നത്. അതിൽ ആദ്യത്തേത് രാഹു, കേതു, വ്യാഴം,
ചന്ദ്രൻ, കുജൻ, ഈ 5 ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചും സ്ട്രെങ്ത് അനുസരിച്ചുമാണ് നമ്മളവിടെ സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിളായിട്ട് കാണിക്കുന്ന 2 ചാർട്ട് എനിക്ക് പരിചയമുള്ള 2 US സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ ചാർട്ടാണ്. അപ്പം അത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ഗ്രഹങ്ങളുടെ പൊസിഷനും സ്ട്രെങ്ത്തും അനുസരിച്ചാണ് ഓരോരുത്തർ വിദേശ രാജ്യങ്ങളിൽ പോയി സക്സസ്ഫുൾ ആകുന്നത്, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ. ഞാൻ ഈ കാണിക്കുന്ന ചാർട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് US സിറ്റിസൺഷിപ്പ് കിട്ടി താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ചാർട്ടാണ്. ഓക്കെ, അപ്പം ഈ ചാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലഗ്നത്തിൽ രാഹു നിൽക്കുകയാണ്. അസ്ട്രോളജിയുടെ സ്ക്രിപ്റ്റേഴ്സിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വ്യക്തി ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ US ഒക്കെ പോയി വികസിത രാജ്യങ്ങളിൽ പോയി സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിലോ 5 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് അതിന് കാരണമാകുന്നത്. ഒന്ന് രാഹു, കേതു, വ്യാഴം, ചന്ദ്രൻ, കുജൻ. ഓക്കെ, നമ്മൾ ഈ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ലഗ്നത്തിൽ രാഹു നിൽക്കുവാണ്. ഓക്കെ, ലഗ്നത്തിലോ 9ലോ രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പ് മസ്റ്റാണ്, രാഹു ദശയിലോ അല്ലെങ്കിൽ 7ാം ഭാവാധിപൻ്റെ കാലത്തോ. ഓക്കെ, ലഗ്നത്തിലോ 9ലോ രാഹു നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരെ കാണാൻ. അവർക്ക് എപ്പോഴും ഒരു ഇൻ്റർനാഷണൽ അപ്പീലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഈ ചാർട്ടിൻ്റെ 8ൽ ചന്ദ്രൻ നിൽക്കുവാണ്. അതുപോലെ തന്നെ 8ാം ഭാവാധിപന് വ്യാഴം കേതുവായിട്ട് 7ൽ നിൽക്കുവാണ്. ആ വ്യാഴത്തെ ലഗ്നത്തിൽ നിന്ന് രാഹു വീക്ഷിക്കുന്നുമുണ്ട്. അപ്പം ചന്ദ്രന് 4, 8, 9, 12 നിന്ന് കഴിഞ്ഞാൽ വിദേശവാസമാണ്. അതുപോലെ തന്നെ 8, 12 ഭാവാധിപന്മാർ രാഹുവായിട്ടോ കേതുവായിട്ടോ കൺജങ്ഷൻ ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കുജക്ഷേത്രത്തിൽ രാഹു കേതുവായിട്ട് നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വിദേശവാസമാണ്. അപ്പം ഈ ചാർട്ടിൽ 8ാം ഭാവാധിപൻ കേതുവായിട്ട് 7ൽ നിൽക്കുവാണ്. അപ്പം 100% ഈ വ്യക്തി ജനിച്ച നാടും ദേശവും വിട്ട് അന്യദേശത്ത് പോകും. രണ്ടാമത് ഞാൻ ഈ കാണിക്കുന്ന എക്സാമ്പിള് US സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരു വ്യക്തിയുടെയാണ്. അപ്പം ഈ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച ചാർട്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ പവർഫുള്ളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച ചാർട്ടിൽ രാഹു ലഗ്നത്തിലാണെങ്കിൽ ഈ ചാർട്ടിൽ രാഹു 9ലാണ്. അപ്പോൾ ഈ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാധിപനോ 7ാം ഭാവാധിപനോ 12ാം ഭാവാധിപനോ രാഹുവായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ജനിച്ച നാടും ദേശവും വിട്ട് അന്യദേശത്ത് പോയി സിറ്റിസൺഷിപ്പ് കിട്ടുമെന്നുള്ളതാണ്. ഈ ചാർട്ടിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ഉം 12ാം ഭാവാധിപനായ കുജന് രാഹുവായിട്ട് 9ൽ നിൽക്കുവാണ്. ഈ കുജന് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 ഡിഗ്രിയിൽ ഉച്ചത്തിൽ നിൽക്കുവാണ്. അപ്പം 5ലോ 9ലോ ഏതൊരു ഗ്രഹം ഉച്ചത്തിൽ നിന്നാലും അതൊരു ഭാഗ്യജാതകമായിട്ടാണ് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് രവിബുധ യോഗം 3ൽ നിൽക്കുവാണ്. അതുപോലെ തന്നെ 3ാം ഭാവാധിപൻ 12ൽ പോയി. ഈ 12ൽ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് പറയുന്നത് വിദേശവാസമാണ്. ചന്ദ്രൻ 12ലോ 4ലോ 8ലോ 9ലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വിദേശവാസമാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ വ്യക്തിയുടെ ഭാവചലത്ത് നോക്കുമ്പോൾ തന്നെ 7ൽ നിൽക്കുന്ന വ്യാഴം 6ലേക്ക് പോയി. അപ്പം ഇത് എന്തുകൊണ്ടും ഈ വ്യക്തി രാഹുദശയും വ്യാഴദശയും ഒരു ബൂമിംഗ് പീരീഡാണ് വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ വേദിക് അസ്ട്രോളജിയിൽ റിസർച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. Anyway, thank you so much for your time. See you soon.